രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ആരൊക്കെയെന്ന് നോക്കുക. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ, വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ കൂട്ടുപ്രതി ഫെനി നൈനാൻ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ ഒഴിഞ്ഞെങ്കിലും പകരം ആരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല. രാഹുൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെയാണ്. അതാണ് ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യം തെളിയിക്കുന്നത്. എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി: യൂത്ത് കോൺഗ്രസിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഒരു മറ മാത്രമാണ്. നടപടിയെടുത്തു എന്ന് വരുത്തി തീർത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായി പറയേണ്ടി വരുന്നത് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. രാഷ്ട്രീയത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ഒരാൾ സ്ത്രീകൾക്കെതിരെ കാണിച്ച അനീതിയാണ് വിഷയം. ഇഷ്ടം തോന്നിയ ഒരു സ്ത്രീയോട് ചെയ്ത അനീതി പോലുമല്ല ഇവിടെ നടന്നത്. ഒരേ സമയം ഒന്നിലേറെ സ്ത്രീകളെ പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു. ആ ശബ്ദം സ്വന്തമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരാളെ വഹിക്കേണ്ട ബാധ്യത കേരള നിയമസഭയ്ക്കുണ്ടോ?